Hi friends, നമ്മുടെ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിനെപ്പറ്റിയുള്ള ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. നമ്മൾ എല്ലാം ഓക്കെ ആയിട്ടല്ലേ, നിങ്ങൾ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ദിവസം ഒരു വാക്ക് വീതം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു വാക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ക്രിയകളുണ്ട്. ആ ക്രിയകൾ സാധാരണഗതിയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. കാരണം അതിൻ്റെ അർത്ഥം നോക്കുമ്പം അതുതന്നെ ഒരു കണ്ടിന്യൂസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുണ്ട്, ഒന്ന് സി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ മാറ്റാൻ പറ്റിയല്ല. യു സീ സംതിങ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ആ ഒരു തുടർച്ച കാണിക്കുന്ന ഒരു ടെൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഐ ആം സീയിങ്, അങ്ങനെ ആരും അപ്പം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഐ സീ നമ്മൾ തുടർച്ചയായിട്ട് കാണുകയല്ലേ. അതേസമയം ജമ്പ് എന്ന് പറയുമ്പം കഴിഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് ഐ ആം ജമ്പിങ് എന്ന് പറയാൻ പറ്റുന്നത്. ആക്ഷൻ വെർബ്സ് എന്നാണ് ഞാൻ പറയുന്നത്. ആക്ഷൻ വെർബ്സ് ആണ് സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രിയകൾക്ക് സാധാരണ നമ്മൾ പറയുന്നത് സ്റ്റേറ്റിക് വെർബ്സ് എന്നാണ്. പക്ഷെ പേരിന് നിങ്ങൾ അതല്ല, പേരിനേക്കാളും അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണിത്. അവസ്ഥയെ കാണിക്കുന്ന ക്രിയകളാണിത്, ആക്ഷനല്ല, അവസ്ഥകൾ. ഇപ്പം സി കാണുക എന്നുള്ളൊരു അവസ്ഥയാണ്. അതുപോലെ ഹിയർ, ഐ ആം ഹിയറിംഗ് എന്ന് പറയുന്നത്, കാരണം ഹിയറിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്മെൽ, ഐ ആം സ്മെല്ലിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു കാര്യം ഇങ്ങനെ മടക്കുമ്പോൾ തുടർച്ചയായിട്ട് അതിൽ തന്നെ ഉണ്ട്. അതുപോലെ ടേസ്റ്റ്, ഒരു പെട്ടെന്ന് ഞാൻ അങ്ങനെയല്ല ഉണ്ട്. ഇത് ടേസ്റ്റ്, ഐ ആം ടേസ്റ്റിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല. ലവ് തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. സ്നേഹിക്കുക എന്നുള്ള, ഹെയ്റ്റ് അതും തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഇഷ്ടപ്പെടുക, അതും തുടരുന്നൊരു അവസ്ഥയാണത്, മനസ്സിൻ്റെ ഒരു അവസ്ഥ. ഡിസ്ലൈക്ക് അതിൻ്റെ ഓപ്പോസിറ്റ്. നോ, അറിയുക, ഐ ആം നോയിങ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയും ചെയ്യും. അതൊരു അതിനകത്ത് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നില്ല. അത് സുഖമെന്ന് പറഞ്ഞാൽ അസുഖത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്, അത് ഒരു പ്രോസസ്സാണ്, ഒരു തുടരുന്നൊരു കാര്യമാണ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ബിലീവ്, വിശ്വസിക്കുക. പൊസസ്, സ്വന്തം, ഓൺ ചെയ്യാന്ന് പറയല്ലേ. അപ്പം നമ്മൾ ഐ പൊസസ് എ കാർ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തീരുന്നതല്ലല്ലോ, അത് ഏറെ നാൾ നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് പൊസസ്. അതുപോലെ ഓൺ, സെയിം തിങ്, അതേ അർത്ഥം തന്നെയാണ് ഓൺ. ഐ ആം ഓണിങ് എന്ന് പറയല്ലേ. ഹീസ് ഓണിങ് എ കാർ എന്ന് പറയല്ല, ഹീസ് പൊസസിങ് എ കാർ എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ വാണ്ട്, അത് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക എന്നുള്ളത്. ആഗ്രഹം എന്ന് പറയുന്നത് തുടർച്ചയാണല്ലേ, അതായത് ഒരു നിമിഷം കൊണ്ട് തീരുന്ന കാര്യമല്ലല്ലോ. അതുപോലെ നീഡ്, ആവശ്യപ്പെടുക. അതുപോലെ സീം, വേറെ സീം എന്ന് പറഞ്ഞാൽ കാണപ്പെടുക. ഹി സീംസ് ഹാപ്പി, അൺഹാപ്പി ടുഡേ എന്ന് പറഞ്ഞാൽ അത് കാണുക, അവസ്ഥ, അതാണ്. മനസ്സിലായത്? ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിയയുടെ അർത്ഥത്തിൽ തന്നെ തുടരുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും ഒരു ടെൻസ് മാറ്റി അത് തുടർച്ചയാക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ സി, ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. സി എന്ന് പറയുന്നത് അതൊരു തുടരുന്നൊരു കാര്യമാണ്. ഹിയർ തുടരുന്ന കാര്യമാണ് അല്ലേ. അപ്പം അതാണ് അതിനകത്തെ കാര്യം. സോ നമ്മൾ അങ്ങനെ പറയേണ്ട ഇല്ലെന്നുള്ള നോട്ട് യൂസ്ഡ് ആണ്. ഐ ആം സീയിങ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്കിപ്പം തെറ്റ് ശരിയല്ല. ഇവിടെ നമ്മുടെ ഒരു സെൻസാണ് അതിനകത്ത്. ഐ ആം ഹിയറിങ് നമ്മൾ ആരും പറയുമല്ലോ, ഐ ആം ഹിയറിങ് എന്ന് പറയല്ലോ. എസ് ഐ ക്യാൻ ഹിയർ, ഇങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ സ്മെൽ പറഞ്ഞില്ലേ, വാക്കുകൾ, ഇത് ഈ വാക്കുകൾ ഈ ക്രിയകൾ മാത്രമേ ഉള്ളെന്ന് വിചാരിക്കരുത്, വേറെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടതായ ഉള്ള ക്രിയകൾ ഇതൊക്കെയാണ്. സാധാരണയായിട്ട് നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ള ക്രിയകളാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതോടുകൂടി നമ്മൾ ഈ ഡിസ്കഷൻ അവസാനിക്കുന്നു. അതായത് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡിസ്കഷൻ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓർത്തോളം നമ്മൾ കടന്നു പോകുന്ന വഴി, ഒന്ന്
ടെൻസിൻ്റെ പേര്, 2 ടെൻസ് ഹൗ ടു ജനറേറ്റ് ഇറ്റ്, അതിൻ്റെ ഫോർമുല എന്താണ്, ടു ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അത് കഴിഞ്ഞ ശേഷം മനസ്സിലാക്കി നമ്മൾ ഈസ്, ആം, ആർ, പ്രസൻറ്റ് ഫോംസ് ഓഫ് ആം, പ്രസൻറ്റ് ഫോംസ് ഓഫ് ടു ബി വേണം, എൻ്റെ കൂടെ പാർട്ടിസിപ്പിളും വേണം. തന്നെ അയാൾ ടെൻസ് അല്ല, മനസ്സിലായി. പിന്നെ പാർട്ടിസിപ്പിൾ മാത്രം എഴുതുന്നത് ഒരിക്കലും ഒരു ടെൻസ് ആകില്ല. സാധാരണഗതിയിൽ നമ്മൾ ഒരു തെറ്റ് പറ്റാവുന്നൊരു സാധനം അത്. ഐ ആം ഗോയിങ് എന്ന് പറയും, ഐ ഗോയിങ് എന്ന് പറയും. ഐ ഗോയിങ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ടെൻസ് അല്ല. കാരണം പാർട്ടിസിപ്പിളിന് ടെൻസ് ഇല്ല. നമ്മൾ ടെൻസ്ലെസ് വാക്കാണത്, ടെൻസ്ലെസ് വാക്ക്. അതിന് മാറ്റമില്ല. അതിങ്ങനെ എവിടെ ഉപയോഗിച്ചാലും ആ എൻജി ഫോം അങ്ങനെ തന്നെ കിടക്കും. അതേസമയം ടെൻസ് ഉള്ളതിനാണ് മാറ്റങ്ങൾ വരുന്നത്. സോ ഐ ഗോയിങ്, ഹീ ഈറ്റിംഗ്, ഹീ ഡ്രിങ്കിങ്, ഷീ ഡാൻസിങ്, അതെല്ലാം തെറ്റാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ടു ബിയുടെ ഫോം, പ്രസൻറ്റ് ഫോം ഉപയോഗിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു. നമുക്ക് ഇംഗ്ലീഷിൽ 6 സ്റ്റാർട്ടിങ് പോയിൻറ്റ്സേ ഉള്ളൂ സെൻറ്റൻസിന്. 6 തരത്തിലേ നമുക്ക് സെൻറ്റൻസുകൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. അതാണ് ഐ, വി, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ. ഹി, ഷീ, ഇറ്റ് എന്തിന് പകരം ഉപയോഗിക്കുന്നത് പ്രൊനൗൺസ് ആണ്. എന്തിന് പകരമാണ്? നൗൺസിന് പകരം, സിംഗുലർ നൗൺസിന് പകരം. അത് മാസ്കുലിൻ ആണെങ്കിൽ ഹി, ബോയ് ആണ് ഹി, ഗേൾ ആണ് ഷീ, നപുംസകമാണെങ്കിൽ ഇറ്റ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വി, യു, അത് ഓക്കെ ആയി. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺസാണ്, പ്ലൂറൽ നൗൺസ്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ ദേ, അതിനകത്ത് വ്യത്യാസങ്ങളില്ല. ഗേൾസ് ആണെങ്കിലും ദേ, ഡോഗ്സ് ആണെങ്കിലും ദേ, ക്യാറ്റ്സ് ആണെങ്കിലും ദേ, അതുപോലെ തന്നെ ട്രീസ് ആണെങ്കിലും ദേ. അത് ഒറ്റ വാക്കേ ഉള്ളൂ. അതാണ്. അപ്പം 6 തരത്തിൽ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു സംശയവും വേണ്ട എന്ന്, മനസ്സിലായില്ലേ? അത് പിന്നെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കേണ്ടത്. ഐ ആം നോട്ട് എന്നുള്ളതാണ്. അവിടെ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അവിടെ നോട്ടല്ല ചുരുക്കുന്നത് ആമാണ്. ആമിൻ്റെ എ മാറ്റിവെച്ച് അവിടെയാണ് അപ്പോസ്ട്രോഫി ഇടുന്നത്. അപ്പം ഐ എം നോട്ട് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം യു ആറൻറ്റ്, ഹി ഈസൻറ്റ്, ഷീ ഈസൻറ്റ്. അത് ഓ മാറ്റിക്കളയുകയാണ്. നോട്ട് ചുരുക്കുന്ന അങ്ങനെയാണ്, നൽകുന്ന ഓ എടുത്ത് മാറ്റുക. അത് നെഗറ്റീവായി. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനായി, WH ക്വസ്റ്റ്യനായി. WH വേർഡ്സ് എന്തെന്നാണ് നമ്മൾ പഠിച്ചു, 14 ഉണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് വാട്ട്, അതെല്ലാം നമ്മൾ കണ്ടു. പിന്നെ റിവേഴ്സ് എക്സസൈസ് നോക്കി. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അതിനെ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ തിരിച്ചും പോകാൻ അറിയണം. പിന്നെ പാസീവ് വോയിസ് പഠിച്ചു. അതിനകത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പാസീവ്, WH ക്വസ്റ്റ്യൻ്റെ പാസീവ്, അതെല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് നമ്മൾ പഠിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ചില ക്രിയകൾ, അത് ഇവിടെ ഇപ്പോൾ ഞാനൊരു 16 ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുറെ കൂടി ഉണ്ട്. എങ്കിലും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗത്തിൽ വരുന്നതും ഈ ക്രിയകളാണ്. ഈ ക്രിയകളെ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഒരു കണ്ടിന്യൂസ് അർത്ഥമാണ് എന്നുള്ളത്. ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നതെല്ലാം. ഫോർ എക്സാമ്പിൾ ചില സന്ദർഭങ്ങളിൽ ലുക്ക്, അതും അങ്ങനെയാണ്. ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ, തുടരുകയല്ലേ അത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാത്തത്. ഓക്കെ, so bye, see you again with another tense next time with another tense, and thus we will discuss. അങ്ങനെ നമ്മൾ ഓരോ ടെൻസും എടുത്ത് ഇങ്ങനെ പോകാൻ പോകും. ഓരോ ടെൻസും എടുത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നു. നമുക്ക് നല്ലപോലെ പഠിച്ച് ശരിക്കും മനസ്സിലാക്കി പോകാൻ പറ്റിയ രീതിയിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്ത് ഒരു ക്ലാസ്സിലെ ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനാണ്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതാണ്, ഇത് കൂടുതൽ എക്സർസൈസ് ചെയ്യുക. നല്ല ബുക്സൊക്കെയാണ്, നല്ല ബുക്സ്. ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് കാര്യം ഒരു പഴയ ബുക്കായിട്ട് തോന്നും, സ്കൂൾ ഗ്രാമർ ബൈ റെൻ ആൻഡ് മാർട്ടിൻ. അതൊരു
ഇപ്പം ഞാനിത് പറയുമ്പം ഒത്തിരി മോഡേൺ ബുക്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ മോഡേൺ ബുക്സ് എങ്ങനെയൊക്കെ എഴുതിയാലും ഈ റെൻ ആൻഡ് മാർട്ടിൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം. എൻ്റെ അവതരണങ്ങൾ പല രീതിയുള്ളതേ ഉള്ളൂ, പല രീതിയിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അത് ഇന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ ബുക്കാണ് റെൻ ആൻഡ് മാർട്ടിൻ്റെ ഗ്രാമർ ബുക്ക്. അതിന് ഇന്ന് നല്ല പ്രസക്തിയുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ശരിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് അതിലുള്ള എക്സർസൈസുകൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വളരെ വളരെ കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏത് പരീക്ഷയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. ഈ ചെറിയ ഈ ഷോർട്ടായിട്ട് അത് എളുപ്പത്തിൽ ഉള്ള പുസ്തകങ്ങൾ അതെല്ലാം എടുത്ത് വെച്ച് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഡൗട്ട്സൊക്കെ വരും. പക്ഷെ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്. കാര്യം പറയുമ്പോൾ വിചാരിക്കുമോ ഇത് പഴഞ്ചൻ ബുക്കാണല്ലോ. ഒരു പഴഞ്ചൻ ബുക്കൊന്നും അല്ലത്. പഴഞ്ചനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യമല്ലേ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് തന്നെ തെറ്റിയിരിക്കുന്നു. അല്ലാതെ ഇപ്പം എന്താ വേറെ എന്നാ പറയാനിരിക്കുന്നത്? അത് പഴഞ്ചനാണ്. പണ്ട് പോലെ ഉള്ളല്ലേ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. റെൻ ആൻഡ് മാർട്ടിനെ പറ്റി ആൾക്കാർ പറയും, ഓ അതന്നെ ഒരു പഴഞ്ചൻ ബുക്കല്ലേ. ഇപ്പോൾ പുതിയ ബുക്ക് വരുന്നുണ്ട്. പുതിയ ബുക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ബേസ് വേണ്ടേ? ആ ബേസിന് ഹൈസ്കൂൾ ഗ്രാമർ ബൈ റെൻ ആൻഡ് മാർട്ടിൻ അതിൻ്റെ ഇന്ത്യൻ എഡിഷനൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്വയമേ ഇരുന്ന് ഇത് ബേസിക് പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് സ്വയമേ എക്സർസൈസ്, അതിനകത്ത് ഒത്തിരി എക്സർസൈസ് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനകത്ത് വേറൊരു മേന്മ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനും ഇംഗ്ലീഷിൽ ഒരു പ്രാവീണ്യം നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു ബുക്ക് വേണം, ഒരു ഡിക്ഷണറി വേണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കണം. ഓക്കെ, ബൈ.